Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഏപ്രിൽ മാസത്തിലെ 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ പറയുന്നത്. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഈ റീഡിങ്ങിലൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും അതിശയിക്കും, സന്തോഷിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മുഴുവനുമായിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുവാനായി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാർഡ്സിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഏതൊരു ചിന്തയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു എനർജിയിലാണ് എന്ന് നമുക്ക് നോക്കാം. വാവ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ബ്ലൂ ബട്ടർഫ്ലൈ ആൻഡ് ഓൾസോ ദ യെല്ലോ ബട്ടർഫ്ലൈ. നിങ്ങൾ യെല്ലോ കളർ ബട്ടർഫ്ലൈ, മഞ്ഞ കളറ് ചിത്രശലഭം, അതുപോലെ ഫ്ലൂറസൻ കളറിലെ ചിത്രശലഭം ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ ബ്ലൂ നീല കളർ ചിത്രശലഭങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ ഉയരത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് വരാൻ പോവുകയാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു മര്യാദക്ക് ഒരു സംസാരം പോലും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. സോ അതുപോലെ ദ റെസ്ക്യൂവർ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അതായത് ഈ പേഴ്സണെ നല്ല രീതിയിൽ മറ്റുള്ളവര് പറ്റിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ പറ്റിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ പേഴ്സണെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി വിടുക, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്നും രക്ഷ നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇപ്പൊ നമ്മൾ പറയില്ലേ, ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല, പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നു, എന്തൊക്കെയോ സാഹചര്യത്തിലൂടെ ഞാൻ രക്ഷ പ്രാപിച്ചു, ഞാൻ രക്ഷ നേടി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിൽ കാലചക്രം പ്രതികൂലമായിരുന്നു, അല്ലെങ്കിൽ കാലഘട്ടം നെഗറ്റീവായിട്ടാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് കാലഘട്ടം വളരെ അനുകൂലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എന്താണോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ താല്പര്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എന്ത് ചെയ്യണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ചെയ്യുന്നതായിട്ട്, ഓക്കെ, ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കമായിരിക്കാം, ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിയിട്ട് ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു രക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് അനുകൂലമായി വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്.
ആൻഡ് ഓൾസോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ റിബൽ ആണ്. അതായത് ഈ പേഴ്സൺ ഇത്രയും കാലം ഇപ്പൊ മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണോ അത് മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു ഈ പേഴ്സൺ. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കാനോ മറ്റുള്ളവരുടെ വാക്കുകൾ നിരസിക്കാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക, അതിനനുസരിച്ച് നിൽക്കുക, അവർ പറയുന്നത് കേട്ട് നിൽക്കുക. ഈ ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് തന്നെ എന്താ പറയാ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അകറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഈ പേഴ്സന്റെ പാരൻസിനായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വീട്ടുകാർക്കായിരിക്കാം, ഓക്കെ, കൂട്ടുകാർക്കായിരിക്കാം, അവർക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവരാണ് ഓൾവേസ് റൈറ്റ്, അവർ പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി റിബൽ ആവാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് മറ്റുള്ളവരെ അകറ്റി നിർത്താനും, ഇപ്പോൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതാരാണ് പറയുന്നത് എന്ന് ഈ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല. ആരാണോ പറയുന്നത് എന്ന് ഈ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല. ആ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് അംഗീകരിക്കും, ശരിയാണോ തെറ്റാണോ എന്ന് ഈ വ്യക്തി നോക്കും. അപ്പൊ ശരിയാണെങ്കിൽ ഈ വ്യക്തി അംഗീകരിക്കും, തെറ്റാണെങ്കിൽ ഈ വ്യക്തി ഓൺ ദ സ്പോട്ടിൽ തന്നെ റിജക്റ്റ് ചെയ്യും. അതായത് ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് വേണ്ടാന്ന് വെക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ തനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ തന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറയാൻ ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട്, ഈ വ്യക്തി മുൻകൈ എടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് തന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ഇപ്പൊ ഈ പേഴ്സന്റെ പാരന്റ്സ് പറയാണ് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയണ എന്നെ കൊണ്ട് പറ്റില്ല, ഓക്കെ, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, ഞാനത് ആലോചിച്ചിട്ട് ശരിയായിട്ട് എനിക്ക് തോന്നിക്കുന്നില്ല, സോ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഒരു റിബല് നടത്തുന്ന, തനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിക്കുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ബൗണ്ടറീസ് ആണ്. അതായത് ഇത്രയും കാലം ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത് ഓൾവേസ് വെൽക്കം ആയിരുന്നു. ആരൊക്കെ വന്നാലും പോയാലും എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രകൃതമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഭവിഷ്യത്തുകൾ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ ബൗണ്ടറീസ്, അതായത് ആ ഒരു അതിരുകൾ, അതായത് ഓക്കെ, ഇന്ന ആൾക്കാരെ അകറ്റി നിർത്തണം, ഇന്ന ആൾക്കാരെ, ഇന്ന വിഭാഗം ആൾക്കാരെ അകറ്റി നിർത്തണം, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ട് എന്താ പറയാ അനുസരിക്കണം, ഇന്ന ആൾക്കാർ പറയുന്നത് സത്യമാണ്, ഇന്ന ആൾക്കാർ പറയുന്നത് തെറ്റാണ്, സോ അവരെ മാറ്റി നിർത്തണം, അവരെനിക്ക് ശരിയല്ല, അവരെനിക്ക് പോസിറ്റീവ് തരില്ല. ഓക്കെ, അപ്പോ ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ പേഴ്സൺ മറ്റുള്ളവരിൽ നിന്നും ഒരു ബൗണ്ടറിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഈ നിശ്ചിതമായിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, ഓക്കെ, അല്ലാത്തവർ എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്കത് നല്ലതിനല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അകറ്റി നിർത്താനുള്ള ഒരു ഇതാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഏഞ്ചൽസ് ഈ പേഴ്സന് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോൾ ഒരു മാനസിക ധൈര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഫേസ് യുവർ ഫിയേഴ്സ് എന്നാണ്. റിലീസ് ദ പവർ ഓഫ് ഫിയർ. അതായത് നിങ്ങൾ പേടിയെ മറികടക്കൂ, നിങ്ങൾ പേടിയുടെ ആ ഒരു അതിശക്തമായ എനർജിയെ നശിപ്പിക്കൂ, അതിനെ മറികടത്തൂ. ഇതാണ് ഏഞ്ചൽസ് ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ഗൈഡൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ അത്തരം ചിന്തകളൊക്കെ വരുന്നുണ്ട്. അതായത് ഓക്കെ, ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ആ ഒരു പേടിയെ മറികടക്കണം. അപ്പോൾ ഈ ഒരു ചിന്ത, അതായത് ഏഞ്ചൽസിന്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ എന്താ പറയാ, ആ ഒരു പേടിയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ പേടിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു എനർജി, ഒരു ആത്മവിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാനായിരിക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട്
ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കാനൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ടാകാം. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്വയം കാണുന്ന രീതിയിൽ, ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ കാണുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സിറ്റുവേഷൻ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്മിറ്റ്മെന്റ് എനർജിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ എന്താ പറയാ, വളരെ വ്യക്തമായിട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോവുക, ഒരു നല്ലൊരു ധാരണയോടുകൂടി ഈ വ്യക്തി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അതിനനുസരിച്ചിട്ടുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.